ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്സിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് സിന്റാക്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ പ്രോപ്സ്, അതായത് കീ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് പ്രോപ്സ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാനൊരു സാമ്പിൾ ഡേറ്റ ഡോട്ട് JS ഫയൽ എന്ന് പറഞ്ഞൊരു ഒരു ഒരു അറേ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ആണ്. സോ ഈ ഫയൽ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഓക്കെ. സോ ഈ സാമ്പിൾ ഡേറ്റ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ app.jsനകത്ത് ഈ കോർ കോൺസെപ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ കോർ കോൺസെപ്റ്റ് ഡേറ്റയാണ് വേരിയബിളിന്റെ നെയിം. സോ ഇവിടെ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. സോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് മോഡിഫൈ ചെയ്യാം. ഓക്കെ. സോ കോർ കോൺസെപ്റ്റ് നമ്മൾ ടൈറ്റിൽ റിയാക്ട് ട്യൂട്ടോറിയൽ നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ കോർ കോൺസെപ്റ്റ്സ് ഡേറ്റ ഓഫ് 0 ഡോട്ട് ടൈറ്റിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് മോഡിഫൈ. ഓക്കെ. അതുപോലെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്തതിന് പകരം നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്ത അറേ ഒബ്ജക്റ്റിന്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് ചെക്ക്. ഓക്കെ. സോ ഇവിടെ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് റിയാക്ട് ട്യൂട്ടോറിയൽ വെൽക്കം ടു അലാൺ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇവിടെ 0th ഇൻഡെക്സിലുള്ള ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ആണ് വന്നത്. ഇനി എനിക്ക് ബാക്കിയുള്ളതിനും വേണം. ഇപ്പോൾ 1, 2, 3, 4. ഇപ്പൊ എനിക്ക് മൊത്തം എത്ര 5 എണ്ണം ഉണ്ട്. അതിൽ ഇനി ബാക്കി ഇനി 4 എണ്ണം കാണിക്കണം. അപ്പൊ 4 എണ്ണം കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിന് പോലെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു 5 എണ്ണം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ 5 എണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ഈ ഇൻഡെക്സ് മാറ്റി 1 എന്ന് പറഞ്ഞ് ആക്കണം. ഇവിടെ 1 എന്ന് പറഞ്ഞ് ഇടണം. അതുപോലെ ഇവിടെയും മാറ്റിയിട്ട് 1, അതേപോലെ ഇൻഡെക്സ് മാറ്റി നമ്മൾ ഇടാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ലൈൻ ഓഫ് കോഡിന്റെ ലൈൻ ഇത്തിരി കൂടുതലാണ്. നമ്മൾ ആക്ച്വലി ഇത് കുറയ്ക്കാൻ നോക്കണം. ഓക്കെ. മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കുറയ്ക്കണം. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു ഓപ്പറേറ്റർ ഞാൻ ഇവിടെ യൂസ് ചെയ്യും. അതായത് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഓക്കെ. സോ നിങ്ങൾക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ അറിയത്തില്ലെങ്കിൽ എന്താണ് സ്പ്രെഡ് ഓപ്പറേറ്റർ നമുക്ക് നോക്കാം. സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് അറേ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് വേറൊരു പുതിയൊരു അറയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനകത്തോട്ട് കോപ്പി ചെയ്ത് ഇടും. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ 3 ഡോട്ട്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. 3 ഡോട്ട്സ് കഴിഞ്ഞിട്ട് ആ വേരിയബിളിന്റെ നെയിം, അതായത് നിങ്ങളുടെ അറേ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അറയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ വേരിയബിൾ നെയിം ഡോട്ട് 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 കഴിഞ്ഞിട്ട് ആ നെയിം നമ്മൾ കൊടുക്കുക. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്പേഴ്സ് 1, നമ്പേഴ്സ് 2 എന്ന് പറഞ്ഞ് 2 അറേ ഉണ്ട്. ഇപ്പൊ നമ്പേഴ്സ് കമ്പൈൻഡ് എന്ന് പറയുന്നത് ഈ 2 എണ്ണത്തിനെ എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇവിടെ ഒരു പുതിയൊരു അറേക്കകത്ത് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഡോട്ട് ഡോട്ട് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് 1, അതായത് ഈ നമ്പേഴ്സ് 1 എന്ന വേരിയബിളിനകത്ത് ഇതിനകത്തുള്ള മൊത്തം എലിമെന്റ്സ് കോപ്പി ചെയ്ത് പുതിയതിലോട്ട് ഇടും. അതാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ് ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയാക്റ്റിൽ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ നന്നായി നോക്കാം. ഓക്കെ. സോ ഞാൻ ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ എൻ്റെ ഇരിക്കുന്നത് ഒരു അറയാണ്. അറയുടെ 0th ഇൻഡെക്സ്, ഇപ്പൊ ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 0th ഇൻഡെക്സ് ആണെങ്കിൽ അത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. സോ എനിക്ക് ഒബ്ജക്റ്റ് ആണ് ഇനി കോപ്പി ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ ഇതിനെ പിടിച്ചങ്ങ് മോഡിഫൈ ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പോവാണ്. സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. നമ്മൾ 2 കേർലി ബ്രേസ് ഇടണം. സോ ഡൈനാമിക് വാല്യൂ ആണ്. നമ്മൾ 3 ഡോട്ട് ഇടും. 3 ഡോട്ട് ഇട്ടതിന് ശേഷം കോർ കോൺസെപ്റ്റ് ഡേറ്റ. ഓക്കെ. കോർ കോൺസെപ്റ്റ് ഡേറ്റ കഴിഞ്ഞിട്ട് ഓഫ് 0. അപ്പൊ ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ 0th ഇൻഡെക്സിനകത്ത് എന്തുവാണ്, ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതേ സെയിം സാധനം തന്നെ ആയിരിക്കും. അതെ, ഈ ഒരു സംഭവം
ഇതേ സെയിം സാധനമായിരിക്കും ഇവിടെയും വരാൻ പോകുന്നത്. ഓക്കെ, 0th ഇൻഡെക്സിൽ വരുമ്പോൾ ടൈറ്റിലും കാണും, ഡിസ്ക്രിപ്ഷനും വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് കിട്ടി. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഇപ്പൊ ഞാൻ 0 ഇവിടെ 1 ഇൻഡെക്സ് വെച്ച് കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കിയിട്ട് എന്താ സംഭവിക്കുക നോക്കാം. യെസ്, ഫസ്റ്റ് ഇൻഡെക്സിലുള്ള കീ വാല്യൂ പെയർ ആണ് വന്നിരിക്കുന്ന കോമ്പോണൻസ്. ഓക്കെ, ഇവിടെ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് 1 ഫോർ UI ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എനിക്ക് സെക്കൻഡും തേർഡും എനിക്ക് കൊടുക്കാൻ പറ്റും. 2, 3, 4. ഓക്കെ, സോ നമ്മുടെ കോഡ് ഏകദേശം നല്ല നീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ഇവിടെ ഒരു ചേഞ്ചസും വരത്തില്ല. പ്രോപ്സ് ഓക്കെ, ഇത് സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതിയാലും നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് യൂസ് ചെയ്താലും നമ്മൾ ഇവിടുത്തെ പ്രോപ്സിന് ഒരു വ്യത്യാസം വരത്തില്ല. കാരണം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ വാല്യൂ ഈ സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനാണ് വരുന്നത്. അതായത് ഈ രണ്ട് സാധനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അത് പ്രശ്നം വരത്തില്ല. ഇനി നമ്മൾ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ റിയാക്ട് പ്രോജക്റ്റ് കൈ കിട്ടുമ്പോൾ പല രീതിയിലായിരിക്കും അവർ പ്രോപ്സ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് കീ വാല്യൂ പെയർ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ചിലപ്പോൾ അവർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പ്രോപ്സിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇങ്ങനൊരു സിസ്റ്റം യൂസ് ചെയ്യും. ഓക്കെ, പ്രോപ്സ് കഴിഞ്ഞിട്ട് ഈ പ്രോപ്സിനെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ടൈറ്റില് നമ്മൾ ഇവിടെ എടുത്ത് കളയാം, അതുപോലെ ഡിസ്ക്രിപ്ഷന് ഇവിടെ എടുത്ത് കളയാം. സെയിം തന്നെയാണ് വരുന്നത്. സോ ഇങ്ങനെ ഈ രീതിയിലും എഴുതാം. ഓക്കെ, സോ നിങ്ങളുടെ റിയാക്ട് പ്രോജക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ പ്രോപ്സ് ഏത് രീതിയിലും വേണമെങ്കിലും എഴുതാം. ഡയറക്റ്റ് ഓൾട്ടർനേറ്റീവ് രീതിയിൽ എഴുതാം. ഓക്കെ, സോ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക.